നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തങ്ങ് ഖൽബിലൊന്ന് കയറി കിട്ടുക, അവിടുത്തെ ജീവിതത്തിൽ പകർത്താൻ ഒരു നിയോഗം ലഭിക്കുക, രാവും പകലും അവിടുത്തെ പാദസ്പർശത്തെ ആലോചിച്ചുകൊണ്ട് ജീവിക്കുക. എന്തൊരു മധുരമുള്ള ജീവിതമാണ്, എന്തൊരാനന്ദമുള്ള ജീവിതമാണ്. ദുനിയാവിൽ പകല് നമുക്ക് ഉറങ്ങുന്നിരിക്കുന്ന സമയം മുഴുവനും ദീനിന്റെ ഖിദ്മത്തിൽ, അത് ഹബീബിന് വലിയ ഇഷ്ടമാണ്. അല്പസമയം വിശ്രമിക്കുമ്പോൾ അത് ഹബീബിന്റെ മനോഹരമായ കാഴ്ചയിൽ അതെന്തൊരാനന്ദമുള്ള വിശ്രമമാണ്, എന്ത് രസമുള്ള വിശ്രമമാണ്. ലോകത്തൊരു കാഴ്ചയും മുത്തുനബി തങ്ങളോളം സൗന്ദര്യമുള്ളതില്ല. അവിടുത്തെ കമാലായ മുഖം കണ്ടവർക്കുണ്ടോ ലോകത്ത് സിനിമ കാണാൻ മോഹം? അവിടുത്തെ കമാലായ ശരീരം അറിഞ്ഞവർക്കുണ്ടോ ഈ ലോകത്ത് എന്തെങ്കിലും താൽക്കാലിക കാഴ്ചയോടൊരു മോഹം? ഇല്ല ഇല്ല. ഐനുൽ കമാലി വഐനുൽ ജമാലി വഐനുൻ നവാൽ, എല്ലാ സൗന്ദര്യങ്ങളുടെയും പരിപൂർണതയാണ്, ഒരു ന്യൂനതയും അവിടുന്ന് പറയാനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ എത്ര ഗ്രന്ഥമാണ്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ ഒരു വിജ്ഞാന ശാഖയാണ്. അതിൽ മുത്തുനബി തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യമാണ്, ഇമയുടെ സൗന്ദര്യമാണ്, വാൽക്കണ്ണുകളുടെ സൗന്ദര്യമാണ്, കൃഷ്ണമണിയുടെ സൗന്ദര്യമാണ്, കണ്ണിലെ വെളുപ്പിന്റെ സൗന്ദര്യമാണ്, ഇമയുടെ സൗന്ദര്യമാണ്, അതാ പുരികത്തിന്റെ സൗന്ദര്യമാണ്, മുഖകമലത്തിന്റെ സൗന്ദര്യമാണ്, കവിൾത്തടങ്ങളുടെ സൗന്ദര്യമാണ്, താടിരോമങ്ങളുടെ സൗന്ദര്യമാണ്, പൽക്കോവകളുടെ സൗന്ദര്യമാണ്, പല്ലുകൾക്കിടയിൽ തൂർന്ന വിടവുകളിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന്റെ സൗന്ദര്യമാണ്. ഇതൊന്നും ഞാൻ എൻ്റെ വക പറയുന്നതല്ല. ഇമാം തുർമുദി അവിടുത്തെ സ്വഹീഹ്, അവിടുത്തെ ശമാഇലുൽ രേഖപ്പെടുത്തിയ ഹദീസുകളിലുള്ളതാണ്. അവിടുത്തെ ദൃഢമായ കൈകാലുകളെ കുറിച്ചുള്ളതാണ്, അവിടുത്തെ പേശികളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ കാൽവെപ്പുകളുടെ ചടുലതയാണ്, അവിടുത്തെ വിരലുകളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ നഖത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ശിരസിലെ രോമങ്ങളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ നോട്ടത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ആംഗ്യത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ഇരുപ്പിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ കിടപ്പിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ഭാവങ്ങളാണ്, അവിടുത്തെ മൗനത്തിന്റെ വാചാലതയാണ്, അവിടുത്തെ ശബ്ദത്തിന്റെ മാധുര്യമാണ്, അവിടുത്തെ ഇടപെടലിന്റെ സന്തോഷമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപ്പും ഇരിപ്പും കിടപ്പും ചലനവും നിശ്ചലനവും വിരിപ്പും ചീർപ്പും കണ്ണാടിയും എല്ലാം എഴുതിയില്ലേ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ശമാഇലിൽ എഴുതിയില്ലേ? ഇമാം ഖാദി ഇയ്യാദ് തങ്ങളെ ശിഫയിൽ എഴുതിയില്ലേ? ഇമാം യൂസുഫ് സാലിഹ് ശാബി സുബുലുൽ ഹുദയിൽ എഴുതിയില്ലേ? ഇമാം ബുർഹാനുദ്ദീൻ അൽ ഹലബി റഹിമഹുല്ലാഹ് എഴുതിയില്ലേ? ഇമാം ഇബ്നു ഹിശാം തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? അവരുടെ ഓർമ്മയിൽ ഇതല്ലേ? ഇമാം ഇബ്നു ഇസ്ഹാഖ് തങ്ങളുടെ ചിന്തയിൽ അതല്ലേ? ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? മുസ്ലിമുൻ നൈസാബൂരിയുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? അബൂ ഈസ തിർമിദി റഹിമഹുല്ലാഹയുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? അബ്ദുറഹ്മാനുൻ നസാഇ റഹിമഹുല്ലാഹ് അങ്ങനെയല്ലേ ജീവിച്ചത്? അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരവിലും പകലിലും നടപ്പിലും കിടപ്പിലും ഓർക്കാനും അനുകരിക്കാനും തുടരാനുമെല്ലാം ഞങ്ങൾക്ക് നീ വലിയ തൗഫീഖ് നൽകണം അല്ലാഹ്. ജീവിതകാലത്ത് ഒരുപാട് തവണ കനവിലും നിലവിലും കാണാൻ, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്നു മരിക്കാൻ, ഒരുപാട് തവണ മദീനയിൽ ചെല്ലുമ്പോ അവിടുത്തോട് സലാം പറയാൻ, അവസാനമെങ്കിലും സലാം പറയുമ്പോൾ മടക്കുന്നതൊന്ന് കേൾക്കാൻ ഔദാര്യവാനായ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എപ്പോഴും ഹബീബ് എന്ന ഒരു ചിന്ത ഞങ്ങളുടെ ഖൽബിൽ നിറച്ച് മരണം വരെ ഹബീബിന്റെ മഹത്വം പറഞ്ഞ്, അവിടുത്തെ സൗന്ദര്യം പറഞ്ഞ്, അവിടുത്തെ വിശേഷം പറഞ്ഞ് അവിടുത്തോട് ലയിച്ചു ചേരാൻ ഒരവസരം നൽകണം അല്ലാഹ്. എൻ്റെ മുഅ്മിനീങ്ങളെ,